ഹലോ ഗായ്സ്, എൻ്റെ ചേച്ചിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവളെ ഏത് നേരം ഈ കറങ്ങാൻ പോണതും തിന്നണതും അല്ലേ ഇടണേ. ഞാൻ ഓർത്തു ഒരു ദിവസം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ വാല് കണ്ടു ഗായ്സ്. നമ്മൾ വിഷയത്തിന് തന്നെ മാറി. അപ്പം ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞാനില്ലേ ഗായ്സ്, അത് രാവിലെ 5 മണിക്ക് എണീക്കും. ഉറക്കം ശരിയായിട്ടില്ല, അതാണ് കോട്ടവായിട്ടത്. അത് ഗൈസ്, ഇത് ഞാൻ രാവിലെ ഉറങ്ങണതല്ല കേട്ടോ. ഇത് വെറുതെ എന്നെ നാണം കെടുത്താൻ വേണ്ടി. മഴക്കാലം തുടങ്ങിയിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ടില്ല, അത് വേറൊരു കാര്യം. സാധാരണ ഞാൻ ഈ മഴക്കാലത്തിന് മുമ്പ് 5 മണിക്ക് എണീറ്റിട്ട് അച്ഛനെ അമ്മേനെ എണീപ്പിക്കും. എന്നിട്ട് അച്ഛൻ ജോലിക്ക് പോണതിന് മുമ്പ് എന്നെ ഒന്ന് മുള്ളാനൊക്കെ കൊണ്ടുപോകും. വീഡിയോ എടുത്ത് നാണം കെടുത്തി നിനക്ക് ഞാൻ തരാട്ടാ. മുള്ളാനൊക്കെ പോയി വന്ന ശേഷം ആദ്യം ഇങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ആര് വന്ന്, ഇപ്പുറത്തെ വീട്ടിൽ ആര് വന്ന്, വഴി കൂടി ആര് പോയി എന്നൊക്കെ നോക്കി ഞാനിങ്ങനെ കിടക്കും. അപ്പോഴാണ് അച്ഛനോ അല്ലെങ്കിൽ അമ്മ എനിക്ക് ഡ്രൂൾസ് കൊണ്ടുവന്ന് തരും. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഭക്ഷണമായ പാർലേജി ബിസ്ക്കറ്റ് വേണം എനിക്ക്. അതൊരു 8 എണ്ണം ദിവസം വേണം. ഇവളെ എണീറ്റ് വരുമ്പോൾ 10 മണിയാവും. അപ്പോഴാണ് ആ സാധനം കിട്ടുക. പിന്നെ 2 ഡാൻസൊക്കെ കളിച്ചിട്ട് ഇവളെ സോപ്പിട്ട് അത് മേടിച്ച് തിന്നും. ഇവളാണ് എന്നെ എങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാമെന്നും പറഞ്ഞാണ് നടക്കണത്. ഞാനത് താഴ്ത്തിടും, ഇവളത് എടുക്കാൻ വരും. എനിക്ക് ദേഷ്യം വരില്ല ഗൈസ്, എൻ്റെ ബിസ്ക്കറ്റ് എനിക്കുള്ളതല്ലേ. എന്നിട്ട് വീട്ടിൽ ഇവളെ എടുക്കാൻ വരും, ഞാനിവളെ കടിക്കാൻ വരും. ഇത് തന്നെ സ്ഥിരം പരിപാടി. എന്താ അത്, ഈച്ചയോ? ഈ ചേച്ചിയുടെ വഴിക്ക് പോയെന്ന് തോന്നുന്നു കോപ്പ്. പിന്നെ ഈ 8 ബിസ്ക്കറ്റ് തന്നെയാണെങ്കിൽ ഞാൻ 8 ഡാൻസ് കളിക്കണം ഇവളുടെ മുന്നിൽ. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് നോക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കണം ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. വീണ്ടും ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് കയറൂട്ടാ. അപ്പുറത്താര് വന്ന്, ഇപ്പുറത്താര് വന്ന്, ചിറ്റമ്മ ഇതെന്ത് ചെയ്യുന്നു, അച്ഛൻ ഇതെന്ത് കാണിക്കണ്, അങ്ങനെ ഇങ്ങനെ വെറുതെ വഴി കൂടി പോണവരുടെ നെഞ്ചത്ത് കയറുകയാണ് എൻ്റെ ടാസ്ക്. പിന്നെ ഇവിടെ വെയിൽ വരുമ്പോൾ എന്നെ കൊണ്ട് പുറകിൽ കെട്ടു കേട്ടോ. പുറകിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ സമയമാവും. ചോറും മീൻകറിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എനിക്ക്. മീനില്ലാണ്ട് ചോറിനാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചിക്കനോ ഗ്രേവിയോ എന്തെങ്കിലുമൊക്കെ എനിക്ക് മേടിച്ച് തരും കേട്ടോ. എവിടെ ഇട്ട് കിട്ടിയാലും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും എന്താ നടക്കണേന്ന് അറിഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര വിഷമാണ് ഗൈസ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് വാതിലയിലൊക്കെ കയറി നിന്ന് ഞാൻ നോക്കും. ഇതാണ് ഗൈസ് പ്രൊട്ടക്ഷൻ. അവരെ പറ്റി എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഞാനിതൊക്കെ നോക്കണേ. വൈകിട്ട് 6:30 ആകുമ്പോൾ എന്നെ കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടും. കാരണം ഈ വീടിൻ്റെ ഐശ്വര്യം ഞാനാണല്ലോ. കറക്റ്റ് 9:30 ആകുമ്പോൾ ഇവള് വന്ന് എന്നെ അയച്ചു വിടും. ഞാൻ പിന്നെ മുകളിൽ പോയി CCTV കണക്കെ വഴി നോക്കിയിരിക്കും. ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഇരുന്നാൽ കറക്റ്റായിട്ട് അച്ഛനും അമ്മയും വന്നത് കാണാം. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ്റെ കുടുകുടാ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ഗൈസ് വേഗം അവിടെ നിന്ന് വെച്ച് താഴത്തോട്ട് ഓടി. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ദാ വരുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും. അവർ പോയി ഞാനിങ്ങനെ ആനയിച്ച് വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവരും. 2 പേരും വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പാപ്പം കൊണ്ടുവരേണ്ടതാണ്. അതാണ് ഞാൻ നോക്കിയത് കേട്ടോ, പാത്രത്തിൽ എന്താണോ എന്തോ. അച്ഛനും അമ്മയും വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വഴി കൂടി ഓടി കളിക്കും. എന്തെങ്കിലും കമ്പോ പന്തോ എന്തെങ്കിലുമൊക്കെ കിട്ടും എനിക്ക് കളിക്കാൻ. പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി ഇങ്ങനെ നിൽക്കും ഞാൻ വീടിൻ്റെ അകത്തിട്ടോ. കാരണം ഇവർ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരണമല്ലോ. 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി ചോറും കറിയൊക്കെ എടുക്കാൻ വേണ്ടി അടുക്കളയിട്ടു. ഞാനാണ് ഇവിടുത്തെ ഓളിന്നോ. അമ്മേനെ ഞാനാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ പോയി എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ വെക്കും. എൻ്റെ വീട്ടിൽ ഞാൻ കൂടാതെ 5 പേരും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ചേട്ടനെ പോലെയല്ല ഗൈസ് ഇവൾ ഭയങ്കര ക്രൂക്കടാണ്. ഇവളെൻ്റെ പുറകെ ഒരു ക്യാമറയും കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് ക്യാമറ ഫ്രണ്ടിട്ടാക്കും പുറകിട്ടാക്കും, ഫ്രണ്ടിട്ടാക്കും പുറകിട്ടാക്കും. വല്ലാത്ത ശല്യമാണ്. ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ഇവൾ പിടിച്ചാലോ കാട്ടിത്തരും ഞാൻ പിടിച്ചിട്ടാ. അമ്മ ചോറുണ്ടതിന് ശേഷം കേട്ടോ ഞാൻ ചോറുണ്ണാറുള്ളൂ. അതുവരെ ഞാനിങ്ങനെ അമ്മേനെ നോക്കി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ എൻ്റെ അമ്മ പോയിട്ട് എനിക്ക് ചോറും മീൻ കറിയൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാകും. അപ്പോൾ എനിക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ഗൈസ്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി റെഡിയായി. ചോറും ഉണ്ട്. പിന്നെ ഇവിടെ കിടക്കും കുറച്ച് നേരം. എൻ്റെ ചേട്ടൻ ഇന്ന് ലേറ്റായിട്ടാട്ടോ വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുമോ ചേട്ടൻ വന്നവരെ. പിന്നെ ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി ഗൈസ്. അപ്പം എനിക്ക് ഭയങ്കര മടിയായി പുറത്ത് കിടക്കാൻ. ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എന്നെ അകത്ത് കയറ്റിയിട്ട് അപ്പം തന്നെ. പിന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് ഓടി വന്ന് അകത്ത് തന്നെ കയറി. ഇവിടെയാണ് എൻ്റെ സ്ഥലം. അതാകുമ്പോൾ അമ്മേനെയും കാണാം, ചേട്ടനെയും കാണാം, ചേച്ചിനെയും കാണാം, അച്ഛനെയും കാണാം. പിന്നെ ഈ സ്റ്റെയറിൻ്റെ താഴെയാണ് എൻ്റെ സ്ഥിരം സ്പോട്ട്. അവിടെ കിടന്നാൽ വീടിൻ്റെ അകം മൊത്തം എനിക്ക് കാണാം. പിന്നെ അവിടെ തന്നെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങും. അപ്പോൾ ഗായ്സ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമേ. എൻ്റെ പേര് ബ്രൂണോ. അപ്പോൾ മറക്കണ്ട, എന്നെ ചേച്ചിയുടെ ചാനലിൽ ഇടയ്ക്ക് വരാട്ടോ.